എല്ലാവർക്കും നമസ്കാരം. നിത്യ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. 23/6/2026 മുതൽ 29/6/2026 വരെയുള്ള ഓരോ രാശിക്കാർക്കും പ്രതീക്ഷിക്കാവുന്ന വാരഫലമാണ് ഇന്ന് പറയുന്നത്. ഇത് ചാരവശാലുള്ള ഒരു പൊതുഫലമാണ്. ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ദശ, അപഹാരം എന്നിവ പരിഗണിക്കുമ്പോൾ ഗുണങ്ങൾ വർദ്ധിക്കുകയോ ദോഷങ്ങൾ കുറയുകയോ ചെയ്യാം. ഇന്നത്തെ ഗ്രഹസ്ഥിതി പ്രകാരം ചൊവ്വ ഇടവൻ രാശിയിൽ കൂടിയും സൂര്യൻ മിഥുന രാശിയിൽ കൂടിയും ഉച്ചസ്ഥനായ ഗുരു, ശുക്രൻ, ബുധൻ എന്നിവർ കർക്കിടകൻ രാശിയിൽ കൂടിയും കേതു ചിങ്ങം രാശിയിൽ കൂടിയും രാഹു കുംഭൻ രാശിയിലും ശനി മീനൻ രാശിയിൽ കൂടിയും സഞ്ചരിക്കുന്നു. ചന്ദ്രൻ ഈ ആഴ്ച കന്നി, തുലാം, വൃശ്ചികം, ധനു എന്നീ രാശികളിൽ കൂടിയും സഞ്ചരിക്കുന്നു. മേടൻ രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക, കാൽ എന്നീ നക്ഷത്രക്കാർക്ക് 23, 24, 25 എന്നീ തീയതികൾ ഗുണം ചെയ്യുന്ന ദിവസങ്ങളായിരിക്കും. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും. കുടുംബസുഖം, പ്രേമകാര്യങ്ങൾ പുരോഗതി, മനസ്സിനിഷ്ടപ്പെട്ട വ്യക്തികളെ കണ്ടുമുട്ടാം. ജോലി ചെയ്യുന്നവർക്ക് ഉത്സാഹത്തോടെ കൃത്യനിർവഹണം നടത്തുവാൻ സാധിക്കും. യാത്രകൾ കൊണ്ട് ഗുണം ചെയ്യും. ധനപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ വേണം. 26, 27 എന്നീ ദിവസങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കണം. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക. 28, 29 എന്നീ ദിവസങ്ങളിൽ കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു ഭാഗ്യക്കുറവ് അനുഭവപ്പെടാം. എങ്കിലും സൂര്യൻ മിഥുന രാശിയിലുള്ള സഞ്ചാരം ഗുണാനുഭവങ്ങൾ ഈ മാസം അനുഭവപ്പെടാം. ഇടവൻ രാശിക്കാരായ കാർത്തിക അവസാന മുക്കാൽ, രോഹിണി, മകീരം, അര എന്നീ നക്ഷത്രക്കാർക്ക് 24, 25, 26, 27 എന്നീ ദിവസങ്ങൾ ഗുണകരമായിരിക്കും. ശത്രുക്കളിൽ മേൽ വിജയം ഉണ്ടാവും. അസുഖങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും പ്രതീക്ഷിക്കാം. മനസ്സിനിഷ്ടപ്പെട്ട ഭക്ഷണം, സുഖനിദ്ര എന്നിവ ലഭിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. 29 അല്പം ശ്രദ്ധ വേണം. ശരീരം ശ്രദ്ധിക്കുക. കോപം നിയന്ത്രിക്കുക. മിഥുന രാശിക്കാരായ മകീരം അവസാനത്തെ അര, തിരുവാതിര, പുണർദം, മുക്കാൽ എന്നീ നക്ഷത്രക്കാർക്ക് 24, 25 ദിവസങ്ങൾ ശുഭകരമല്ല. മനസ്സിന് അസ്വസ്ഥത ഉണ്ടാവാം. സന്താനങ്ങളെക്കുറിച്ചോർത്ത് അനാവശ്യമായ ആവലാതികൾ ഉണ്ടാവാം. കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സം നേരിടാം. 26, 27 എന്നീ ദിവസങ്ങൾ ശുഭകരമാണ്. കാര്യങ്ങൾക്കൊക്കെ പരിശ്രമിച്ച് വിജയത്തിലെത്തും. തൻ്റെ വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കും. 28, 29 ദിവസങ്ങൾ ഇഷ്ടഭക്ഷണം, ശയനസുഖം, ധനലാഭം, കുടുംബസുഖം എന്നിവ പ്രതീക്ഷിക്കാം. കർക്കിടകം രാശിക്കാരായ പുണർദം അവസാനക്കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് 24, 25, 26, 27 എന്നീ ദിവസങ്ങൾ അത്ര ഗുണകരമല്ല. അനാവശ്യമായ ചിന്തകൾ കൊണ്ട് മനസ്സ് അസ്വസ്ഥമാക്കും. അമിത ദേഷ്യം, യാത്രാ തടസ്സം, കാര്യതടസ്സം എന്നിവ കാണുന്നു. ആരോഗ്യം ശ്രദ്ധിക്കുക. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ശ്രദ്ധിക്കുക. 23, 28, 29 എന്നീ ദിവസങ്ങൾ ഗുണകരമാണ്. മനസ്സുഖം വീണ്ടുകിട്ടും. പ്രയാസങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കും. ശത്രുജയം ഉണ്ടാവും. യാത്രകൾ ഗുണകരമാവും. ഷോപ്പിംഗ്, ഉല്ലാസയാത്ര എന്നിവ ഉണ്ടാവാം. ധനം ചെലവ് ചെയ്യുന്നതിൽ കരുതൽ വേണം. കലാകാരന്മാർക്കും എഴുത്തുകാർക്കും എന്നിവർക്ക് ഈ മാസം ഗുണം ചെയ്യുന്ന സമയമാണ്. ചിങ്ങൻ രാശിക്കാരായ മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രക്കാർക്ക് 23, 24, 25 എന്നീ ദിവസങ്ങൾ ഗുണം ചെയ്യും. കാര്യങ്ങൾ അനുകൂലമാവും. ധനലാഭം ഉണ്ടാവാം. സഹോദരന്മാരിൽ നിന്നും പിന്തുണ ലഭിക്കും. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം അനുഭവപ്പെടും. 26, 27, 28, 29 എന്നീ ദിവസങ്ങൾ ശുഭകരമല്ല. സമാധാനക്കുറവ്, ഭയം, അനാവശ്യ ചിന്തകൾ, ഉദരരോഗം എന്നിവ ഉണ്ടാകാം. ധനം ചെലവഴിക്കുന്നതിൽ വളരെയധികം കരുതൽ വേണം. അനാവശ്യമായ യാത്രകൾ ഉണ്ടാകാം. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം അല്ലെങ്കിൽ ജോലി മാറ്റം സംഭവിക്കാം. വിദേശ യാത്രകൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു വർഷവും കൂടിയാണ് കടന്നു പോകുന്നത്. കന്നിരാശിക്കാരായ ഉത്രം അവസാന മുക്കാൽ, അത്തം, ചിത്തിര, ആര എന്നീ നക്ഷത്രക്കാർക്ക് 23 ഒരു നല്ല ദിവസമാണ്. ഇഷ്ടഭക്ഷണം, സുഖശയനം, കാര്യവിജയം എന്നിവ പ്രതീക്ഷിക്കാം. 24, 25 ദിവസങ്ങൾ ശുഭകരമല്ല. ധനനഷ്ടം ഉണ്ടാവാം. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക.
26, 27, 28 എന്നീ ദിവസങ്ങൾ അനുകൂലമാണ്. കുടുംബത്തിൽ സന്തോഷം, ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം അനുഭവപ്പെടും. സഹോദരി സഹോദരന്മാരിൽ നിന്നും അനുകൂലമായ നിലപാടുകൾ ഉണ്ടാവും. മനോധൈര്യത്തോടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നേതൃത്വം വഹിക്കും. തൊഴിൽ അല്ലെങ്കിൽ ജോലിയിൽ വിജയമുണ്ടാകാം. മേലധികാരികളിൽ നിന്നും പ്രശംസ, പ്രമോഷൻ എന്നിവ ലഭിക്കാം. തുലാം രാശിക്കാരായ ചിത്തിര അവസാനത്തെ അര, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രക്കാർക്ക് 24, 25, 28, 29 എന്നീ ദിവസങ്ങൾ അനുകൂലമാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും സൽക്കാര കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഇഷ്ടഭക്ഷണത്തിനും ശയനസുഖത്തിനും സാധ്യത കാണുന്നു. അതുപോലെ തന്നെ സമ്മാനങ്ങൾ ലഭിക്കുന്നതിനും ധനവർദ്ധനവും അപ്രതീക്ഷിത ഭാഗ്യവും കാണുന്നു. 26, 27 എന്നീ ദിവസങ്ങൾ ശുഭകരമല്ല. ധനം ചെലവഴിക്കുന്നതിൽ കരുതൽ വേണം. കർമ്മ തടസ്സവും കാണുന്നു. വൃശ്ചികം രാശിക്കാരായ വിശാഖം അവസാനത്തേക്കാൽ, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് 23, 26, 27 എന്നീ ദിവസങ്ങൾ അനുകൂലവും 24, 25, 29 എന്നീ ദിവസങ്ങൾ പ്രതികൂലവുമാണ്. സർവ്വകാര്യങ്ങളും ദൈവാധീനം കൊണ്ട് വിജയം ഉണ്ടാകും. യാത്രകൾ കൊണ്ട് ഗുണം ലഭിക്കും. പുതിയ വരുമാന മാർഗം കണ്ടെത്തും. 24, 25 ദിവസങ്ങൾ അമിത ചെലവ് വരാം, നിയന്ത്രിക്കുക. 26, 27 ദിവസങ്ങൾ മനസ്സന്തോഷം, ഇഷ്ടഭക്ഷണം, വസ്ത്രലാഭം, സുഖനിദ്ര എന്നിവ പ്രതീക്ഷിക്കാം. 28 സംസാരത്തിൽ ശ്രദ്ധ വേണം. വാഗ്ദാനം നൽകി അമിത ചെലവ് വരുത്തരുത്. ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രക്കാർക്ക് 23, 24, 25, 28, 29 എന്നീ ദിവസങ്ങൾ ശുഭകരമാണ്. കൃഷിയിൽ നിന്നും നല്ല ആദായം ഉണ്ടാക്കുവാൻ സാധിക്കും. സർവ്വകാര്യങ്ങളിലും വിജയം കൈവരിക്കും. പൊതുരംഗത്ത് യശസ്സ് വർദ്ധിക്കും. സൽക്കാരങ്ങളിൽ പങ്കെടുക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും. 26, 27 എന്നീ ദിവസങ്ങൾ അമിത ചെലവിന് സാധ്യത, യാത്രകളിൽ തടസ്സം എന്നിവ നേരിടാം. മകരം രാശിക്കാരായ ഉത്രാടം അവസാനത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടം അര എന്നീ നക്ഷത്രക്കാർക്ക് 24, 25, 26, 27 എന്നീ ദിവസങ്ങൾ ഗുണകരമാണ്. എല്ലാ കാര്യങ്ങളും ദൈവാധീനം കൊണ്ട് അനുകൂലമായി നടത്തുവാൻ പറ്റിയ സമയമാണ്. കൃഷിയിൽ നിന്ന് നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും. കച്ചവടക്കാർക്ക് പ്രതീക്ഷിക്കാത്ത ലാഭം നേടുവാൻ കഴിയും. ഓഹരികളിൽ നിന്നും നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും. 28, 29 എന്നീ ദിവസങ്ങൾ ധനച്ചെലവിന് സാധ്യതയുണ്ട്. പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം, കലഹം എന്നിവ ഉണ്ടാകാതെ സംയമനം പാലിക്കുക. കുംഭരാശിക്കാരായ അവിട്ടം അവസാനത്തെ അര, ചതയം, പൂരുരുട്ടാതി, കാൽ എന്നീ നക്ഷത്രക്കാർക്ക് 26, 27, 28, 29 എന്നീ ദിവസങ്ങൾ ഗുണകരമാണ്. ഓഹരി, കച്ചവടം, കൃഷി എന്നിവയിൽ നിന്നും നല്ല ലാഭം പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ, പ്രശംസ എന്നിവ ലഭിക്കും. ഏർപ്പെടുന്ന ജോലിയിൽ മികവ് പുലർത്തും. അപ്രതീക്ഷിത ഭാഗ്യവും കാണുന്നു. 23, 24, 25 എന്നീ ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. അമിതമായ കോപം നിയന്ത്രിക്കുക. ധ്യാനം, യോഗ എന്നിവ പരിശീലിക്കുക. മീനരാശിക്കാരായ പൂരുരുട്ടാതി അവസാനത്തെ മുക്കാൽ, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് 23, 28, 29 എന്നീ ദിവസങ്ങൾ ഗുണകരമാണ്. കുടുംബസൗഖ്യം, സന്താനങ്ങളെ കൊണ്ട് സമൂഹത്തിൽ യശസ്സ് വർദ്ധിക്കാം. സുഹൃത്ത് സംഗമം പ്രതീക്ഷിക്കാം. പങ്കാളിയുമായി വിനോദയാത്ര, സന്തോഷം, മനധൈര്യം എന്നിവ ഉണ്ടാകും. ജോലിസ്ഥലത്ത് അനുകൂലമായ ഉത്തരവുകൾ പ്രതീക്ഷിക്കാം. 24, 25, 26, 27 എന്നീ ദിവസങ്ങൾ അത്ര ശുഭകരമല്ല. ആരോഗ്യം ശ്രദ്ധിക്കുക. അടുക്കളയിൽ ജോലി ചെയ്യുന്നവർ മുറിവ്, തീപ്പൊള്ളൽ എന്നിവ അനുഭവപ്പെടാതെ ശ്രദ്ധിക്കുക. കാര്യങ്ങൾക്ക് തടസ്സം നേരിടാം. കോപം നിയന്ത്രിക്കുക. പ്രാർത്ഥനയുടെ സമയം അനുകൂലമാക്കുക. എല്ലാവർക്കും നല്ലൊരു വാരം മുന്നേറുന്നു. കൂടുതൽ ഫലങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.